ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകി ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ട് അരയ്ക്കരുത്. അപ്പോൾ അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് 1-2 സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ട് ഇതേപോലെ അരച്ചെടുക്കുക. അരച്ച മാവ് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് ഒന്നെങ്കിൽ കൈ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കറിവേപ്പില മുറിച്ചതും ഒരു 1/4 കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതേപോലെ തന്നെ ബൈൻഡിങ്ങിന് 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് വടയുടെ ഷേപ്പിലാക്കിയിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മാവ് എടുത്ത് ഇതേപോലെ ചെയ്തെടുക്കുക. ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. തീ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ 2 സൈഡ് തിരിച്ചും മറിച്ചുവിട്ട് മൊരിയിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്.